Gallery Furniture and Appliances, Sania തിയേറ്ററിന് എതിർവശം എരമല്ലൂർ. Our sister concern, Grand Furniture Mart എരമല്ലൂർ, Grand Galaxy തുറവൂർ. കനത്ത മഴയിൽ വീട് തകർന്നു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 പരുവത്തുരുത്ത് കൊറവൻപറമ്പിൽ വിധവയും രോഗിയുമായ ചന്ദ്രികയുടെ വീടാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്ന് റോഡിലേക്ക് വീണത്. ഈ സമയം യാത്രക്കാർ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. ചന്ദ്രിക ചികിത്സയുടെ ഭാഗമായി സഹോദരിയുടെ വീട്ടിലാണ്. നിർധന കുടുംബാംഗമായ ചന്ദ്രിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു. ചന്ദ്രികയുടെ ചികിത്സ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കാരുണ്യത്തിലാണ് നടക്കുന്നത്. ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് ചെലവായത്. സുഖൂല 2 മാസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ എടുക്കായിരുന്നു. 2 ലക്ഷത്തോളമൊക്കെ ആയിരുന്നിട്ടും അസുഖത്തിൽ ഭേദമായിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് വീടിങ്ങനെ വീണത്. ഭയങ്കര സങ്കടത്തിൽ കഴിയായിരുന്നു ചേച്ചി. വീടില്ലാതെ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് മാറി നിൽക്കുമത്, ഇടിഞ്ഞൊടിഞ്ഞിക്കുക, വീഴാൻ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. ഇപ്പം നടക്കാൻ പറ്റാൻ ഇപ്പോൾ വീണ്ടും ഞാൻ ആസ്പത്രിയിൽ കൊണ്ടുവന്നാണ് 3-ാം തീയതി. അങ്ങനെ എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് ഒരു പരിഹാരം വീട് ഉണ്ടാക്കി വേഗം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചന്ദ്രികയ്ക്ക് അർഹമായ ആനുകൂല്യം അധികാരികളിൽ നിന്നും ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചന്ദ്രിക എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞ്. നമ്മുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ആൾ മരിച്ചത്. അറ്റാക്ക് വന്ന് മരിച്ചാണ്. അതിനുശേഷം ആ ചേച്ചി ഒറ്റക്കാണ് താമസിക്കുന്നത്. ആ ചേച്ചി തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ പോയിട്ട് അതിലെ വരുമാനം കൊണ്ട് ജീവിക്കണതായിരുന്നു. പെൻഷനും അതൊക്കെയായിട്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചി ഏകദേശം ഒരു കുറേ നാളായിട്ട് ചികിത്സയിലാണ്. നട്ടെല്ല് അസുഖമായിട്ട് ചികിത്സയിലാണ്. അതിൽ 1.5-2 ലക്ഷം രൂപയിലും മേലെ ചിലവ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ആ ചേച്ചിക്ക് ഇപ്പോഴും ഒന്ന് ജോലി എടുക്കാനുള്ള ഒരു ചുറ്റുപാട് ആയിട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും സഹോദരിയുടെ വീട്ടിലാണ് പോയി നിൽക്കുന്നത്, നോക്കാൻ ആളില്ലാത്തതുകൊണ്ട്. ആ ചേച്ചി ഇപ്പോൾ ഒരു 1.5 മാസത്തിൽ മേലെ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ ചേച്ചി രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ആ ചേച്ചി ഇവിടെ ഉണ്ടിരുന്നെങ്കിൽ ആ ചേച്ചിക്ക് എന്തായാലും കാര്യമായിട്ട് സമ്മതിച്ചാൽ. ഈ വീടുകളെ സംബന്ധിച്ച് പല പ്രാവശ്യം ആ ചേച്ചി പഞ്ചായത്തിലൊക്കെ ഒരുപാട് കയറി ഇറങ്ങിയിരിക്കുന്നതാണ്. പല ആൾക്കാർ. ന്യൂസ് ബ്യൂറോ, പറവൂർ.